എന്ന് വെച്ചാൽ സമയത്ത് സ്ഥിരം ഞാൻ രാജേഷ് മാധവനെ വിളിക്കുമായിരുന്നു. രാജേഷേ, ഈ പൈസക്ക് ഇതിലെങ്ങനെ പൈസ പറയണം? രസകരമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇപ്പം. അത് കരിയർ മാത്രമല്ല, അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെങ്കിൽ അതൊരു സമയത്ത് വരുമായിരിക്കും. അല്ലാതെ അതിന് വേണ്ടി ഇന്ന വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണം. AD ചെക്കൻ പെട്ടെന്ന് വന്നിട്ട് മൈക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു, ചേച്ചി പൊളിക്കല്ലേ എന്ന് വെച്ച്. അപ്പോൾ ആണെങ്കിൽ അത് നല്ലൊരു എനർജി, ഒരു പോസിറ്റിവിറ്റി തന്നു. അപ്പോൾ ഈ ഇന്റർനാഷണലി ഇപ്പം ചേച്ചി ആക്ടിങ് പഠിച്ചിട്ട് കേരളം തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു റീസൺ? അതെനിക്കറിഞ്ഞൂടാ. അത് എനിക്ക് പണ്ടൊട്ടേ ഉള്ള ഒരു എപ്പോഴും കൊച്ചിലേ തൊട്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും കേരളം അടിപൊളിയാണ്. പിന്നെ ഡൽഹിയിൽ പഠിക്കുന്നത് ഇക്കണോമിക്സാണ്. അപ്പം ഈ കേരള മോഡൽ എന്നൊക്കെയുള്ളൊരു വാക്ക് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇപ്പം പലപ്പോഴും ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസും എല്ലാം കേരളത്തിൻ്റെ എപ്പോഴും കേരള വേഴ്സസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു കമ്പാരിസൺസ് വരെ, നമ്മൾ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമാണ് കേരളം. പക്ഷേ വളർന്നു വരുന്നോറും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ മാറി. എനിക്ക് കേരളം ഈസ് എ പ്ലേസ് ഓഫ് കംഫർട്ട്. എൻ്റെ വീടാണ്. എനിക്കിത് പിന്നെ ഇവിടെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തമിഴിലോ തെലുങ്കിലോ പോയിട്ട് ഇവിടെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളാണ് ചെയ്യാൻ കിട്ടുന്നത്. അല്ലാതെ ചുമ്മാ നിൽക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെനിക്ക് കേരളത്തിൽ കിട്ടുമ്പോൾ ഞാനെന്തിനും പോകണം, ആ ഒരു മൂടാണ് എനിക്ക്. ഇപ്പോൾ കറൻറ്റ്ലി ഇവിടെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പം അങ്ങനെ ചെയ്യാനൊരു സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ കഴിഞ്ഞ വർഷം നിരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നിരീക്ഷ ഒരു വിമൻസ് തിയേറ്റർ ഗ്രൂപ്പാണ്, അപ്പോൾ തിരുവനന്തപുരത്തുള്ള. അപ്പം അവർക്ക് തന്നെ ഒരു വിമൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അവസരം വരികയാണെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യും. ഇപ്പോൾ ചേച്ചി ഇപ്പം സിംഗപ്പൂരിൽ പോയിട്ട് ആക്ടിങ് പഠിച്ചു. നമുക്കത് കേരളത്തിൽ നമുക്ക് ആക്ടിങ് പഠിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുണ്ട്. ഇപ്പം ഡ്രാമ സ്കൂളുണ്ട്, തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പോവാം. അല്ലെങ്കിൽ KR നാരായണനുണ്ട്. പിന്നെ അല്ലെങ്കിൽ 6 മാസത്തെ ആക്ടിങ് കോഴ്സായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ, ഇപ്പം കുമാരദാസൊക്കെ ചെയ്യുന്ന, അഭിജയൊക്കെ ചെയ്യുന്നൊരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് അങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലാതെ വർക്ക്ഷോപ്പ്സ് ഒത്തിരി വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ആൾക്കാരുടെ അടുത്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ വർക്ക്ഷോപ്പിൽ, നീ അങ്ങനെ അഭിനയിക്കടാ, നിനക്കെന്തത് മനസ്സിലാവാത്തെ, ഇത് പഠിപ്പിക്കാനാണല്ലോ നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുന്നത്. അയാളുടെ അടുത്ത് ഇപ്പോൾ പലപ്പോഴും കുറേ വർക്ക്ഷോപ്സിൽ നടക്കുന്നത് കോൺഫിഡൻസ് കുറേ ബൂസ്റ്റ് ചെയ്ത് വയ്ക്കും. നീ നല്ല നടനാണ്, നിനക്കിത് കുറവുണ്ട്, ഒരു എന്നുവെച്ചാൽ അവരെ ആകെ ബ്രേക്ക് ചെയ്തിട്ട് നീ കൊള്ളൂല, നീ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും. പിന്നെ ചിലപ്പം ഒരു അനാവശ്യമായിട്ടുള്ളൊരു ട്രെയിനറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഈഗോ പരിപാടിയൊക്കെ പലപ്പോഴും. സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ പഠിക്കാത്ത പിള്ളേരെന്ന് പറയുന്ന പോലെ പഠിക്കുന്ന പിള്ളേർ പഠിക്കാത്ത പിള്ളേരെന്നൊന്നും കലയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ സ്കൂളിലെ കേസ് പറഞ്ഞു, ആ ഒരു റിലേറ്റ് ചെയ്ത അങ്ങനെ. അപ്പം ചിലപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾ ചിലപ്പോൾ അത്ര പ്രൊഫഷണൽ ആയിരിക്കില്ല. ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇത്ര ഈഗോ ബൂസ്റ്റും ഒരു തെറിവിളി അങ്ങനത്തെ സ്പേസിലോട്ട് പോവില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ആണെങ്കിൽ ഓടിക്കോ എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പല നടന്മാർക്കും ആയിട്ട് വന്ന ആൾക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെയാണ് മിക്കൊരു വർക്ക്ഷോപ്പ് എടുക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഇവർക്ക് അതിനുള്ള സ്കില്ലുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു സർട്ടൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് വരുന്നത്. അത് ചിലപ്പം ഈ പ്രൈവറ്റായിട്ട് വർക്ക്ഷോപ്പ് നടത്തുന്ന എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഡു എ തറോ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഇപ്പോൾ എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദീസ് വർക്ക്ഷോപ്സ് ആർ എക്സ്പെൻസീവ്.
അപ്പം നിങ്ങളുടെ പൈസയാണ് പോകുന്നത്. അത് എസ്പെഷ്യലി കലാകാരന്മാർക്ക് അത്ര അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. ഈ ഒരു വർക്ക്ഷോപ്പിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു വലിയ തുകയായിരിക്കും. ഒരു 5000 രൂപ എന്ന് പറയുന്നത് വലിയ തുകയായിരിക്കും. അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു 60,000 50,000 എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തുകയാണ്. അപ്പോൾ ശരിക്കും അത് എന്തിനാണ് നിങ്ങൾ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്നൊന്ന് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് അത് മറ്റുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഡിൻ ബൂസ്റ്റ് യുവർ ഈഗോ അതൊരു മോശം വർക്ക്ഷോപ്പ് ആവില്ല. ചിലപ്പോൾ അവർ നിങ്ങൾ കാണാത്തൊരു ഏരിയയിലോട്ട് ഡയറക്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവും, വിച്ച് ഇസ് എ ഗുഡ് തിങ്. അപ്പോൾ ഇത് വളരെ ഓണസ്റ്റായിട്ട് എന്താണ് നിങ്ങൾക്ക് ആ വർക്ക്ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായത്, ആ ക്ലാരിറ്റി. ചിലപ്പം ഒരു നല്ല നെറ്റ്വർക്കിംഗ് നടക്കുമായിരിക്കും ഇങ്ങനത്തെ സ്പേസസിൽ. എടാ ഇവിടെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, എടാ ഇന്ന സ്ഥലത്ത് ഇത് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം. ഇങ്ങനത്തെ കുറേ എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്പേസിൽ കുറേ ഒരേപോലത്തെ ആൾക്കാർ വരുന്നുണ്ട്. അതാണോ നിങ്ങളുടെ ഉദ്ദേശം, ഒന്ന് യു ഗോ ഫോർ ഇറ്റ്. അല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ച് ചെയ്യാം, അവരെന്തോ പറഞ്ഞോട്ടെ, നമുക്ക് അഭിനയിച്ച് നോക്കണം എന്നുള്ള രീതിക്കാണെങ്കിൽ സോ ഹാവ് എ മൈൻഡ് സെറ്റ്. ലൈക്ക് നിങ്ങൾ ഏത് വർക്ക്ഷോപ്പിന് പോകുമ്പോഴും അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും നിങ്ങളോട് ഒരാൾ വളരെ മോശമായിട്ട് അഗ്രസീവായിട്ട് തെറിവിളി, അല്ലെങ്കിൽ നിന്നെ കൊള്ളില്ല, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഒരു ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഹി ഈസ് നോട്ട് എ ഗുഡ് ട്രെയിനർ. കല പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. അല്ല ഈവൻ ആക്ടിങ് ട്രെയിനിങ് ഇസ് നോട്ട് ടോട്ട് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഈഗോനെ വല്ലാതെ പോക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ടൊക്കെ പരിപാടിയുണ്ട്. പക്ഷെ അത് എക്സസൈസിലൂടെയാണ് സംഭവിക്കുന്നത്. അത് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓരോ എക്സസൈസിലൂടെ നമ്മൾ തന്നെ കൺഫ്രണ്ട് ചെയ്യുന്ന സ്പേസിലോട്ട് വരും. അത് വേറെ. അല്ലെ പേഴ്സണലി ഒരാളിരുന്ന് നീ കൊള്ളില്ല, നീ നല്ലത്, ചിലപ്പോൾ ഇവർ നല്ലതെന്ന് പറഞ്ഞ ആൾ ഈ പർട്ടിക്കുലർ ട്രെയിനറുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അങ്ങനത്തെ പല അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഒരു 2-3 കൊല്ലം പോയി പഠിക്കാൻ സമയമുണ്ടെങ്കിൽ, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ലക്സുറി ഉണ്ടെങ്കിൽ പോയി പഠിക്കുക. ഈ മൂവീസിലോട്ട് വരുമ്പോൾ ഈ ഒരു ഈഗോ ക്ലാഷ് പരിപാടിയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് എല്ലാ മേഖലയിലും ഈഗോസ് ഉണ്ട്. അത് ഈഗോ ഓൺ ദ ഹയർ എൻഡും ആവാം, ഈഗോ ഓൺ ദ ലോവർ എൻഡും ആവാം. ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം ഉള്ളതും പ്രശ്നമാണ്, ഭയങ്കര ഹൈ ഈഗോ ഉള്ളതും പ്രശ്നമാണ്. ഇതിൻ്റെ ബാലൻസിലോട്ട് കണ്ടെത്തുക. പിന്നെ അനാവശ്യമായിട്ട് ചില സമയത്ത് നമ്മൾ പൊട്ടിപ്പോവും. പക്ഷെ എങ്ങനെയാണ് അനാവശ്യമായിട്ടൊരു ക്വാറൽ, ഒരു ബാൻറ്റർ ഉണ്ടാവാണ്ടിരിക്കുക. ഇപ്പോൾ പിക്ക് യുവർ ബാറ്റിൽസ് എന്നൊക്കെ ആൾക്കാർ പറയില്ലേ. ഇപ്പോൾ നമ്മളൊരു ആളടുത്ത് പൈസ സംസാരിക്കുകയാണ്, ചേട്ടാ എനിക്കിത് പോരാ, എനിക്കിതുകൊണ്ട് സന്തോഷം തോന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇതെന്താ പൈസ, ഇതാണോ തരേണ്ടത്, അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് പറയാം. ഇതെങ്ങനെ പറഞ്ഞാലായിരിക്കും ഇത് നിങ്ങൾക്ക് വർക്കാവും. ചില ആൾക്കാർക്ക് നല്ല കടുപ്പുള്ള ഭാഷ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ചില ആൾക്കാരുടെ അടുത്ത് സ്വീറ്റായിട്ട് നിന്നാലേ വല്ല കാര്യമുള്ളൂ. അതൊക്കെ ഒരു പ്ലേ ആണെന്ന് തോന്നുന്നു. പിന്നെ ചില സമയത്ത് എത്രയൊക്കെ ഇത്രയും ബോധം ഉണ്ടായാലും ചിലപ്പോൾ നമ്മളൊരു സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കുരുവൊക്കെ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാവും. അത് പിന്നെ പിന്നീട് ഡീൽ ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്നെ ഒരു അവസരമല്ല ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ തിങ്ക് ഈ ഒറ്റൊരു അവസരത്തിൽ ഒരു സിനിമ വന്നാൽ ഞാൻ സെറ്റാവും. അങ്ങനെ സെറ്റാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സെറ്റാവുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. അതിന് ഭയങ്കരമായ ഭാഗ്യം ഒക്കെ വേണം. അത് നമ്മൾ വിചാരിച്ചിട്ട് മാത്രം സെറ്റാവില്ല. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ സെറ്റാവണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ഈ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം മൂവീസിൽ ആക്ടേഴ്സിന് പേ ചെയ്തില്ലേ, ആ ഒരു സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നതും എങ്ങനെയാണ്? അത് ഓരോ മൂവീസ് കഴിയുന്നതിന് തോന്നും. അത് സംസാരിക്കാൻ അറിയണം. ചില ആൾക്കാർ പൊട്ടന്മാരാണ് എന്നെ പോയി. എന്താ വെച്ചാൽ എനിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും പൂജ എന്താ ഇത്. ഇന്നലെ കൂടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ വാല്യൂ അറിഞ്ഞ് നമ്മൾ തന്നെയാണ് ഇത് സംസാരിക്കുന്നത്.
അല്ലാതെ വേറെ അല്ലെങ്കിൽ വേറെ ആളെ വെക്കണം, വേറൊരാളെ കൊണ്ട് സംസാരിപ്പിക്കണം. അത് നിങ്ങളുടെ ഫ്രണ്ടാവാം, ചേട്ടനാവാം, മാനേജറോ, എന്ത് അക്കോർഡിംഗ് ടു വാട്ട് ഇസ് പോസിബിൾ ഫോർ യു. അല്ലെങ്കിൽ സ്വന്തമായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനത്തെ നമ്മൾ നമ്മുടെ വില നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടിച്ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പം ഇത് ഒരു ഗെയിം തന്നെയാണ്. ഇത് അവിടെ നിന്ന് പഠിക്കുന്നതാണ്. ആദ്യമൊന്നും അറിയത്തേ ഇല്ലായിരുന്നു ഇതെങ്ങനെ ചോദിക്കണം, ഒന്നും അറിയില്ലായിരുന്നു. ഇത് പിന്നെ നമ്മൾ കൂട്ടുകാരോട് ചോദിക്കും. ഇപ്പം ഒരു സമയത്ത് സ്ഥിരം ഞാൻ രാജേഷ് മാധവനെ വിളിക്കുമായിരുന്നു. രാജേഷേ, ഈ പൈസക്ക് ഇതിലെങ്ങനെ പൈസ കുറയണം എന്നിട്ട് രാജേഷ് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് ഇതാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇത്ര വിലയുണ്ട് എന്നൊക്കെ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്. പിന്നെ ഞാനിങ്ങനെ ഫോൺ എടുത്ത് അയ്യോ ചേട്ടാ, എന്നിട്ടും അതിൻ്റെ പകുതിയായിരിക്കും ഞാൻ പറയണേ, എന്നിട്ട് അതിൻ്റെ പകുതിയായിരിക്കും അവർ പറയണേ. ആ, അപ്പോൾ അതൊരു പഠിക്കാൻ തന്നെ ഉള്ളൂ. അത് ഇറ്റ് ഓൾസോ ഡിപ്പെൻസ്. ഇത് എൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഒത്തിരി കൂടുതൽ കോട്ട് ചെയ്യാനും പറ്റത്തില്ല. ചില സിനിമകൾ ചെറിയ സിനിമകളായിരിക്കും, അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് പൈസ തരാനുണ്ടാവുള്ളൂ. അതും നമുക്ക് മനസ്സിലാക്കി നിൽക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം ചെറിയ സിനിമകളൊക്കെ നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വരും. അപ്പം എനിക്കൊക്കെ അത് ചെയ്യണം എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ വെച്ച് പോയി ചെയ്യും. അതിന് ഭയങ്കര പൈസയൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദാറ്റ്സ് എ ചോയ്സ്. അത് പേയ്മെന്റ് കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടോ? എനിക്കിതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പറഞ്ഞ് ഫിക്സ് ചെയ്ത പേയ്മെൻറ്റ് എന്നും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ കിട്ടാതെ പറ്റിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒന്നാമത് അങ്ങനെ ഭയങ്കര വലിയ പേയ്മെൻ്റ് ഒന്നും തരാനൊന്നും ഇല്ല എനിക്ക്. അപ്പം അതെപ്പോഴും കിട്ടും. ഇനിയിപ്പം മെയിനായിട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ മാരേജ് വല്ലതും അടുത്തെങ്ങാനും ഉണ്ടാവുമോ? അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ല. അതാണ് സത്യം. അപ്പം എന്താ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഫോക്കസ് ഉണ്ട്. അത് ഒരു കരിയർ എന്നുള്ള സ്പേസിലാണ്. അപ്പോൾ പതുക്കെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കുക, ഇല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വർക്ക് ചെയ്യാറൊന്നും അടുത്തെങ്ങാനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ടുള്ള ഇല്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ വേണ്ടേ? അങ്ങനെ ഒരാളില്ല. അപ്പോൾ അത് നടക്കണമെങ്കിൽ നടക്കും, അല്ലെങ്കിൽ ഇല്ല. അതിനെ പറ്റിയൊരു എന്താ വെച്ചൊരു കോൺഷ്യസ്ലി ഒരു തോട്ട് പോലും ഇപ്പോൾ മനസ്സിലില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഫുൾ കരിയർ ഫോക്കസ് ആയിട്ട്. കരിയർ മീൻസ് എന്തൊക്കെയോ എന്താ പറയുക, രസകരമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇപ്പം. അത് കരിയർ മാത്രമല്ല, ഈ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ കരിയർ കാരണം നമ്മുടെ അടുത്തോട്ട് വേറെ പല വ്യക്തികളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു പുതിയൊരു സൗഹൃദങ്ങളും അത് വേറൊരു സ്പേസിലോട്ട് ഇതുവരെ അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ഇതിലൂടെ സംഭവിച്ചു. അതാണ് ഈ ഫെയിം കാരണം ചില ആൾക്കാർ അവരുടെ ഓരോ പ്രോഡക്റ്റ്, ഇപ്പോൾ ചില NGOs ആവാം, അങ്ങനെ ഒരു രസമുള്ള വേറെ കുറേ സംഗതികളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരിക്കലും ഒരു ഫൈനാൻഷ്യലി എന്നുള്ളൊരു സ്പേസിലായിരിക്കില്ല. അത് നമുക്കൊരു മനസ്സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം ഒക്കെ തരുന്നൊരു സ്പേസ്. അപ്പോൾ അത് ഇപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല ഇതൊരു നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരാളെ തീരുമാനിക്കാം അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെങ്കിൽ അതൊരു സമയത്ത് വരുമായിരിക്കും. അല്ലാതെ അതിനു വേണ്ടി ഇന്ന വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള സംഗതിയിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. ഇനിയിപ്പോൾ ഇൻ ഫ്യൂച്ചർ ഇപ്പം മൂവീസ് ആക്ടിങ് തന്നെ അല്ലാണ്ട് ഡയറക്ഷൻ അങ്ങനെ വേറെ ഫീൽഡിലോട്ട് നോക്കുന്നുണ്ട്? എനിക്ക് അങ്ങനെ ജീവിതകാലം മൊത്തം ഞാൻ അഭിനയിക്കുന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. ഇത് ഗോ ദ ഫ്ലോ എന്നുള്ള സ്പേസിലാണ്. ഇപ്പോൾ എഴുതാൻ തോന്നിക്കഴിഞ്ഞാൽ എഴുതുക, അല്ലെങ്കിൽ ഇപ്പോൾ സംവിധാനം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ അപ്പോൾ ഞാൻ സെറ്റിലൊക്കെ പോവും. ഇപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാരുടെ സെറ്റിൽ പോകാറുണ്ട് സിനിമയൊക്കെ ചെയ്യുമ്പോൾ.
പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടമാണ് ഇതിൻ്റെ പുറകിൽ ഉള്ള പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമുക്കത്ര രസമായിട്ട് വെറുതെ ഇരുന്ന് കാണാനൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലായിരിക്കും. പക്ഷേ അല്ലാത്ത സമയത്ത് അറിയുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമയാണെങ്കിലും ഒക്കെ എനിക്ക് പോയി കാണാനും അത് മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ആളാണ്. എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡാണ്. ഈ സെറ്റിലൊക്കെ വെച്ചിട്ട് അൺഫർഗറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മെമ്മറി പറയാനായിട്ട് എന്താണ്? അത് നാടകമാണെങ്കിലും ഈ സിനിമയാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ഞാനും ഒക്കെ ആയിട്ടുള്ള റാപ്പോ അത് എപ്പോഴും രസമാണ്. അപ്പോൾ ഒരു ഭയങ്കര രസമുള്ള മൊമെൻറ്റ്സ് സംഭവിക്കും ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ. അത്രയും കംഫർട്ടബിളായിട്ടുള്ള കോ ആക്ടേഴ്സൊക്കെ ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ രസമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കവർ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ എല്ലാ സെറ്റിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതും എനിക്ക് ഈ അടുത്ത് എനിക്ക് തോന്നിയ ഭയങ്കര സന്തോഷമുള്ള സാധനം എന്ന് വെച്ചാൽ, ഞാൻ അഗൈൻ ഒരു രണ്ട് സീനുള്ള ഒരു റോൾ ചെയ്യാൻ പോവായിരുന്നു ഒരു സിനിമയിൽ. അപ്പോൾ പെട്ടെന്ന് ഈ AD ചെക്കൻ പെട്ടെന്ന് വന്നിട്ട് മൈക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു, ചേച്ചി പൊളിക്കല്ലേ എന്ന് വെച്ചു. അപ്പോൾ ആണെങ്കിൽ അത് നല്ലൊരു എനർജി, ഒരു പോസിറ്റിവിറ്റി തന്നു. എന്നുവെച്ചാൽ തുടങ്ങുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഏതൊരു പുതിയ വണ്ണം വന്നിരിക്കണം ഓൾറെഡി മനസ്സിലെന്തോ ഇവരെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ നിൽക്കുക. അത് ഞാൻ അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷമാണ് അവർ പെട്ടെന്ന് ആ ജഡ്ജ്മെൻറ്റ് മാറുള്ളൂ. അല്ലാണ്ട് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ഇപ്പം അത് കൊള്ളാം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ്. ആദ്യത്തെ 2 സിനിമയിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഓരോ ഇതിൽ പോയി മാറി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊക്കെ സെറ്റിൽ പോകുമ്പോൾ എല്ലാവർക്കും എന്താണ് ഇത്, എങ്ങനെ ചെയ്യും, ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ചെയ്യാനും കൂടെ ഇപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആകുമ്പോൾ അനാവശ്യമായിട്ട് ഹോസ്റ്റൈൽ അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ നന്നായിട്ടുള്ള ഒരു മൈൻഡ് സ്പേസിലോട്ട് എത്തുമല്ലോ. ഇത് അല്ലാതെ ഇരിക്കുന്ന സമയത്ത് അതും നമ്മൾ ഡീൽ ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ബാഗേജും ഡീൽ ചെയ്യണം, അതേ സമയത്ത് വന്ന് അഭിനയിക്കുകയും ചെയ്യണം എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തുടങ്ങുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടെ കൈൻഡാണ്. അതുവരെയുള്ള പാത്താണ് ഭയങ്കര ഡിഫിക്കൾട്ട്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇനിയുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഒരു ഫുൾ ലെങ്ത് പടം, അത് കുറച്ചുകൂടെ ഫണ്ണി ആയിട്ടുള്ളൊരു സാധനമാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. ചേച്ചിക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറേ റോൾസ് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ ഇപ്പോൾ ചേച്ചിയുടെ നമ്മുടെ മനസ്സിലുള്ളൊരു ഇത് വെച്ചിട്ട് ചേച്ചിയുടെ ഒരു ചെറിയ ക്യാരക്ടർ റോൾസ് മാറി ഒരു ഫുൾ ലെങ്ത് പടം, ആ ഒരു ത്രൂ ഔട്ട് കോമഡിയൊക്കെ വെച്ചിട്ട് ഒരു സംഭവം സംഭവിക്കട്ടെ. ഞാനും ആഗ്രഹിക്കുന്നു. സോ ഇത്രയും നേരം നമ്മളോട് ഇവിടെ വിശേഷങ്ങൾ പങ്കുവെച്ച ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും കൂടുതൽ സിനിമകളിലൂടെ നമ്മളെല്ലാവരും പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് സാധിപ്പിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും നമ്മുടെ വഴികളിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അതിൻ്റെ വഴികളിലും ചേച്ചിക്ക് കൂടുതൽ ഞങ്ങളുടെ ഷോയിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു.